ഇടയ്ക്കിടയ്ക്ക് വയറിളകുന്നുണ്ട്, അല്ലെങ്കിൽ വയറിൽ ഗ്യാസ് നിറയുന്നുണ്ട്, അല്ലെങ്കിൽ വയറുവേദന എടുക്കുന്നുണ്ട്, ഇവരെയാണ് നമ്മൾ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ടെൻഷൻ വരുന്ന സമയത്ത് വയറിളക്കം, ഇതെല്ലാം ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളാണ്. ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ലോ ഫോഡ്മാപ്പ് ഡയറ്റ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ 6 ആഴ്ച ഈ കാണിച്ചിരിക്കുന്ന പല സാധനങ്ങളും അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ധാരാളം സാധനങ്ങളുണ്ട് അവോയ്ഡ് ചെയ്യേണ്ടത്, അതെല്ലാം അവോയ്ഡ് ചെയ്യുക. അതിനുശേഷം 6 ആഴ്ച കഴിഞ്ഞ് പതുക്കെ ഓരോന്നായിട്ട് നമ്മൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുക. പതുക്കെ നമ്മൾ ആഹാരത്തിലോട്ട് ഉൾപ്പെടുത്തുക. ആ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഫുഡ് നിങ്ങൾക്ക് പറ്റില്ല. അപ്പം റീഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് പറ്റിയ ഒരു ഡയറ്റ് പ്ലാൻ കണ്ടെത്തുന്നതിനാണ് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിൻ്റെ ഏറ്റവും നല്ല ഡയറ്റ് പ്ലാൻ. പല മരുന്നുകൾ വരെ നമുക്ക് നിർത്താനായിട്ട് പറ്റും. ഇതിനോടൊപ്പം നമ്മൾ വ്യായാമം ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മെത്തേഡ്സുകളെല്ലാം ചെയ്യുക, മദ്യപാനം ഈ സമയത്ത് ഒഴിവാക്കിയിരിക്കണം, അതുപോലെ തന്നെ സ്ട്രെസ്സ് മാക്സിമം ഒഴിവാക്കണം, നല്ലോണം ഉറങ്ങുകയും വേണം. ഇതെല്ലാം കൃത്യമായി കഴിഞ്ഞാൽ ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമിനെ പൂർണ്ണമായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പല ആളുകൾക്കും. അപ്പോൾ ലോ ഫോഡ്മാപ്പ് ഡയറ്റിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.